ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. കോട്ടക്കൽ നഗരസഭ തൂത്തുവാരി UDF 35-ൽ 27 സീറ്റും നേടിയാണ് UDFന്റെ മിന്നും വിജയം. LDFന്റെ വർഗീയ കൂട്ടുകെട്ടിന് ജനം തിരിച്ചടി നൽകിയെന്ന UDF, പരാജയത്തിൽ പഠിച്ചിട്ട് പ്രതികരിക്കാമെന്ന് LDFും. വോട്ടെണ്ണലിന്റെ തത്സമയ സംരക്ഷണത്തിൽ മികച്ച ഭൂരിപക്ഷത്തോടെ നവാവിഷനും. കോട്ടക്കൽ നഗരസഭ ഒരിക്കൽ കൂടി UDF നിലനിർത്തി. കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച വിജയമാണ് ഇത്തവണ UDF കോട്ടക്കൽ നഗരസഭയിൽ കൈവരിച്ചത്. സീറ്റുകൾ വർദ്ധിപ്പിച്ചതിനു ശേഷം 35 സീറ്റായ നഗരസഭയിൽ 27 സീറ്റുകളും വിജയിച്ചാണ് UDFന്റെ അപ്രമാദിത്യം. കഴിഞ്ഞ തവണ 9 സീറ്റുകളുണ്ടായിരുന്ന LDF 6 സീറ്റിലേക്ക് കുറഞ്ഞത് തിരിച്ചടിയായി. 2 സീറ്റുകൾ നിലനിർത്തി NDAയും കരുത്തറിയിച്ചു. വാർഡ് 5 മൈത്രി നഗറിൽ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാറും വാർഡ് 29 കോട്ടപ്പടിയിൽ വസന്ത ഗോപിനാഥനുമാണ് വിജയിച്ചത്. മുൻ നഗരസഭാ ചെയർമാൻ KK നാസർ, സാജിദ് മങ്ങാട്ടിൽ, സുലൈമാൻ പാറമ്മൽ, പാറോളി റംല ടീച്ചർ, മങ്ങാടൻ അബ്ദു തുടങ്ങിയവരാണ് UDFൽ വിജയിച്ച പ്രമുഖർ. ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് കൗൺസിലറായിരുന്ന U രാഗിനി കോട്ടപ്പടിയിൽ പരാജയപ്പെട്ടു. യൂത്ത് ലീഗ് നേതാവ് KM ഖലീൽ പരാജയപ്പെട്ടതും ശ്രദ്ധേയമായി. വാർഡ് 9 കല്ലടയിൽ ഇർഷാദ് TP സുബൈറിനെ പരാജയപ്പെടുത്തിയതും വാർഡ് 27 പൂഴിക്കുന്ന് UDF സ്ഥാനാർത്ഥി സുഫൈറ ബാബു തിരിച്ചു പിടിച്ചതും ശ്രദ്ധേയമായി. നഗരസഭയുടെ ചരിത്രത്തിലാദ്യമായി കോൺഗ്രസിന് കൗൺസിലിൽ പ്രാതിനിധ്യം ലഭിച്ചു എന്നതും ഈ തിരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയാണ്. വാർഡ് 32 ഗാന്ധിനഗറിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച മങ്ങാടൻ അബ്ദു വിജയിച്ചു. വാർഡ് 23 മദ്രസപ്പടിയിൽ നിന്ന് കോൺഗ്രസ് സ്വതന്ത്രയായി മത്സരിച്ച VK മുഫീദ ഷിബിലിയും വിജയിച്ചു. LDFന്റെ STPയുമായുള്ള വർഗീയ കൂട്ടുകെട്ടാണ് ഈ കനത്ത പരാജയത്തിന്റെ കാരണമെന്നും UDFനെ വിജയിപ്പിച്ച ജനങ്ങളോട് നന്ദി രേഖപ്പെടുത്തുന്നതായും KK നാസർ പറഞ്ഞു. കൂട്ടുകെട്ടിനെതിരെയുള്ള ഒരു വിജയമാണിത്. 27 സീറ്റാണ് കിട്ടിയിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിജയമാണ്. ഏകപക്ഷീയമായ UDF തരംഗം തീർച്ചയായിട്ടും കോട്ടക്കൽ ഏകപക്ഷീയമായ തരംഗമാണ്. ഞങ്ങൾ പറഞ്ഞാണ് ഈ ഭരണസമിതി ചെയ്ത നല്ല കാര്യങ്ങൾക്കുള്ള അംഗീകാരമാണ് ഇത്. സ്വാഭാവികമായിട്ട് സ്ഥാനാർത്ഥിക്ക് അപ്പുറത്തേക്ക് ഒരു ലീഗിന്റെ വിജയമെങ്കിലും മുന്നിൽ നിന്ന് നയിച്ച താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? മുന്നിൽ നിന്ന് നയിക്കാൻ ഒരു അവസരം കിട്ടിയെന്ന് ഞാൻ എന്നെ പോലെയുള്ള ഞങ്ങളുടെ പാർട്ടിയുടെ ഭാരവാഹികൾ എല്ലാവർക്കും ഇതിന്റെ അർഹതയുണ്ട്. എല്ലാവർക്കും കൂടിയുള്ള കൂട്ടായ്മയുടെ വിജയമാണ്. പരാജയം അംഗീകരിക്കുന്നതായും പഠിച്ച ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നും ഇടതുപക്ഷ നേതാവ് പുഷ്പരാജൻ മാസ്റ്ററും പ്രതികരിച്ചു. തോൽവിയായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു. എന്താണ് ഇത്ര ഒരു പരാജയത്തിന് പെടാനുണ്ടായ ഒരു സാഹചര്യം? എന്താണ് പാർട്ടി വിലയിരുത്തൽ? അത് വിലയിരുത്താനായിട്ടില്ലല്ലോ, ഞങ്ങൾ ഇപ്പോൾ പുറത്തിറങ്ങിയുള്ളൂ. വിലയിരുത്തട്ടെ. തോന്നുന്നത് ഒരു ന്യൂനപക്ഷത്തിൻ്റെ ആയിട്ടുള്ള ഒരു ഏകീകരണം വന്നിട്ടുണ്ട് തോന്നുന്നു. SIRും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അത് CPMന്റെ മേലെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിരുന്നു. ആ ശ്രമം ആളുകളിൽ ഒരു വിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള, തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള ഒരു ധാരണ ഞങ്ങൾക്ക് ഒരു ആദ്യഘട്ടത്തിൽ തോന്നുന്നുണ്ട്. മികച്ച വിജയം നേടാനായതിൽ സന്തോഷമുണ്ടെന്നും വോട്ടർമാരോട് നന്ദി രേഖപ്പെടുത്തുന്നതായും BJP സ്ഥാനാർത്ഥി വസന്ത ഗോപിനാഥനും പ്രതികരിച്ചു. കാരണം വാർഡിലെ എല്ലാ ജനങ്ങളും അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള എല്ലാ പാർട്ടി പ്രവർത്തകരും ഏത് സമയം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. പിന്നെ ജനങ്ങളുടെ നല്ല പിന്തുണയുണ്ടായിരുന്നു. അപ്പം വിജയിക്കുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷ ഉണ്ടായിരുന്നത്. റിസൾട്ട് വന്നപ്പോൾ എങ്ങനെയുണ്ട്? സന്തോഷം. റിസൾട്ട് വന്നപ്പോൾ വളരെ സന്തോഷം തോന്നി. കൂടെ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി. രാവിലെ 8 മണി മുതൽ 11 മണി വരെ തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ തത്സമയ സംപ്രേഷണവുമായി നവാവിഷനും രംഗത്തുണ്ടായിരുന്നു. മികച്ച പ്രതികരണമായിരുന്നു ജനങ്ങളിൽ നിന്നും തത്സമയ സംപ്രേഷണത്തിന് ലഭിച്ചത്. പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ ടെക്നിക്കൽ കൈകാര്യം ചെയ്ത ഹക്കീം മാവണ്ടിയൂർ, രാഹുൽ മോഹൻ, അതോടൊപ്പം ക്യാമറ കൈകാര്യം ചെയ്ത മാനു കോട്ടക്കൽ, ആഷിക്ക്, ഒപ്പം എന്നോടൊപ്പം ചേർന്ന ചിത്രയ്ക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഒരു ചെറിയ ടീം നമ്മളാൽ കഴിയുന്ന തരത്തിൽ ഏറ്റവും ആദ്യം പ്രേക്ഷകരിലേക്ക് റിസൾട്ട് എത്തിക്കാൻ കഴിഞ്ഞു എന്ന വിശ്വാസത്തോടെ നമുക്ക് ഈ തത്സമയ സംപ്രേഷണം ഇവിടെ അവസാനിപ്പിക്കാം. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.
തലമുറകളുടെ ബാങ്കിംഗ് സേവനവുമായി 1937 മുതൽ പ്രവർത്തിച്ചു വരുന്നു കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്. നാഷണലൈസ്ഡ് ബാങ്കുകളെ വെല്ലുന്ന കോർ ബാങ്കിംഗ് സംവിധാനം, NEFT, RTGS, CTS തുടങ്ങിയ അത്യാധുനിക ബാങ്കിംഗ് സൗകര്യങ്ങൾ, ATM, NACH, IMPS, POS, ഇ-കോമേഴ്സ് സൗകര്യങ്ങൾ, കുറഞ്ഞ പലിശ നിരക്കിൽ 50,000 രൂപ മുതൽ 5 കോടി രൂപ വരെ വിവിധ ഇനം വായ്പകൾ. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ.